ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഗതാഗതമാണ്. 44-ാമത്തെ പാർട്ടാണ്. മൊത്തം 44 ക്ലാസ്സുകൾ ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഗതാഗതമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യം തന്നെ റോഡ് ഗതാഗതമാണ്. ഗ്രാമപ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. ഗ്രാമപ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. ദേശീയപാത ദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ദേശീയപാത ദൈർഘ്യം കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? അത് ഗോവയാണ്. ദേശീയപാത ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഗോവയാണ്. ദേശീയപാത ദൈർഘ്യം കൂടുതലുള്ള കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? ജമ്മു കാശ്മീരാണ്. ദേശീയപാത ദൈർഘ്യം കൂടുതലുള്ള കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? ജമ്മു കാശ്മീരാണ്. അതുപോലെ ദേശീയപാത ദൈർഘ്യം കുറവുള്ള കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? ചണ്ഡീഗഡാണ്. ദേശീയപാത ദൈർഘ്യം കുറവുള്ള കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? ചണ്ഡീഗഡാണ്. റോഡ് ദൈർഘ്യം കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനവും ഏതാണ്? മഹാരാഷ്ട്രയാണ്. എത്രയാണ്? 102 ദേശീയപാതകളാണ് മഹാരാഷ്ട്രയിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ഏതാണ്? മേഘാലയയാണ്. എത്രയാണ്? 5 എണ്ണമാണ്. ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ഏതാണ്? മേഘാലയയാണ്. 5 എണ്ണമാണ് കടന്നു പോകുന്നത്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? ഡൽഹിയാണ്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ്? ഡൽഹിയാണ്. എത്ര എണ്ണമാണ്? 12 എണ്ണമാണ് കടന്നു പോകുന്നത്. ഏറ്റവും കുറവ് ദേശീയപാതകൾ കടന്നു പോകുന്ന കേന്ദ്ര ഭരണ പ്രദേശം ഏതൊക്കെയാണ്? ഒന്ന് ചണ്ഡീഗഡും അതുപോലെ ആൻഡമാൻ നിക്കോബാറും. ഒരു ദേശീയപാത മാത്രമേ ഈ 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലൂടെയും കടന്നു പോകുന്നുള്ളൂ. ഏറ്റവും കുറവ് ദേശീയ പാതകൾ കടന്നു പോകുന്ന കേന്ദ്ര ഭരണ പ്രദേശം ഏതൊക്കെയാണ്? ചണ്ഡീഗഡ്, ആൻഡമാൻ നിക്കോബാർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ്? NH-44 ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ്? NH-44 ആണ്. ഇതിന്റെ പഴയ പേര് NH-7 എന്നാണ്. അപ്പോൾ NH-44ന്റെ പഴയ പേരെന്താണ്? NH-7. അതുപോലെ ശ്രീനഗറിനെയും കന്യാകുമാരിയെയും ബന്ധിപ്പിക്കുന്ന ദേശീയ പാതയാണ് NH-44. ശ്രീനഗറിനെയും കന്യാകുമാരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതയാണിത് NH-44. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയ പാത ഏതാണ്? NH-966B. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയ പാത ഏതാണ്? NH-966B. ഇതിന്റെ പഴയ പേര് NH-47A എന്നായിരുന്നു. ഇതിന്റെ പഴയ പേരെന്തായിരുന്നു? NH-47A എന്നായിരുന്നു. വെല്ലിംഗ്ടൺ ദ്വീപിനെയും കുണ്ടന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതയാണ് NH-966B. വെല്ലിംഗ്ടൺ ദ്വീപിനെയും കുണ്ടന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയ പാതയാണ് ഇത് NH-966B. അതുപോലെ മറ്റു റോഡുകളെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. അതിർത്തി റോഡുകളും അന്താരാഷ്ട്ര പാതകളുമാണ് മറ്റു റോഡുകളിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ മറ്റു റോഡുകളിൽ ഉൾപ്പെടുന്നത് അതിർത്തി റോഡുകൾ, അതുപോലെ അന്താരാഷ്ട്ര പാതകൾ എന്നിവയാണ് മറ്റു റോഡുകളിലായിട്ട് ഉൾപ്പെടുന്നത്. റോഡ് ശൃംഖലകളിൽ ലോകത്തിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. റോഡ് ശൃംഖലകളിൽ ലോകത്ത് 2ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. മുഴുവൻ ഗ്രാമങ്ങളെയും റോഡ് മുഖാന്തരം ബന്ധിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാത ഏതാണ്? ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാത. ആദ്യത്തെ ദേശീയ പാത ഏതാണ്?
ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചതാരാണ്? ഷേർഷാ സൂരിയാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചതാരാണ്? ഷേർഷാ സൂരിയാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത് കൊൽക്കത്ത ടു അമൃത്സർ ആണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത് കൊൽക്കത്ത ടു അമൃത്സർ ആണ്. ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്നത് NH4 ആണ്. ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്നത് NH4 ആണ്. അടുത്തത് PYQ ആണ്. റിപ്പബ്ലിക് ദിന പരേഡ് സംഘടിപ്പിക്കുന്ന പാത ഏതാണ്? രാജ്പത്ത് റോഡാണ്. ന്യൂഡൽഹിയിലാണ് റിപ്പബ്ലിക് ദിന പരേഡ് സംഘടിപ്പിക്കുന്ന പാത ഏതാണ്? രാജ്പത്ത് റോഡ്, ന്യൂഡൽഹിയിലാണ്. രാജ്പഥിന്റെ പുതിയ പേര് കർത്തവ്യ പഥ് എന്നാണ്. ഇന്ന് ചോദിച്ചിട്ടുണ്ട്. രാജ്പഥിന്റെ പുതിയ പേര് എന്താണ്? കർത്തവ്യ പഥ് എന്നാണ്. രാജ്ഞി പാത എന്നറിയപ്പെടുന്നതാണ് ഏത്? ജനപത്ത്. രാജ്ഞി പാത എന്നറിയപ്പെടുന്നത് ഏതാണ്? ജനപത്താണ്. അതും ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലെ ഡൽഹൌസി റോഡിന് നൽകിയ പുതിയ പേരാണ് ഇത്? ദാരാ ഷിക്കോഹ് റോഡ് എന്നറിയപ്പെടുന്നത്. ന്യൂഡൽഹിയിലെ ഡൽഹൌസി റോഡിന് നൽകിയ പുതിയ പേരാണ് ദാരാ ഷിക്കോഹ് റോഡ് എന്നറിയപ്പെടുന്നത്. അതുപോലെ ഇലക്ട്രോണിക് ബസ് സംവിധാനം പൊതുജനങ്ങൾക്കായി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഇലക്ട്രോണിക് ബസ് സംവിധാനം പൊതുജനങ്ങൾക്കായി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോറബിൾ റോഡ് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ലഡാക്കിലാണ്. എവിടെയാണ്? ഉംലിംഗ്ല പാസിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോറബിൾ റോഡ് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? ലഡാക്കിലാണ്. ലഡാക്കിൽ എവിടെയാണ്? ഉംലിംഗ്ല പാസിലാണ്. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. സംസ്ഥാനങ്ങളിൽ ഗ്രാമീണ മേഖലകളെ റോഡ് വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന. ഇത് നിലവിൽ വന്ന ഡേറ്റ് PSC ചോദിച്ചിട്ടുണ്ട്. 2000 ഡിസംബർ 25. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന നിലവിൽ വന്നതെന്നാണ് 2000 ഡിസംബർ 25-നാണ്. സംസ്ഥാനങ്ങളിൽ ഗ്രാമീണ മേഖലകളെ റോഡ് വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന. ഇത് നിലവിൽ വന്നതെന്നാണ് 2000 ഡിസംബർ 25-നാണ്. രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് വാഹന നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? കെവാഡിയയാണ്. രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് വാഹന നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത്, ഇതിനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം കൂടിയാണ്. പ്രഖ്യാപിക്കപ്പെട്ടത് ഗുജറാത്തിലെ കെവാഡിയയാണ്. കെവാഡിയ നഗരത്തെയാണ് രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് വാഹന നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടത്. വന്യജീവികൾക്ക് എക്സ്പ്രസ് വേ കടന്നു പോകാൻ ഹരിത മേൽപ്പാലം നിർമ്മിക്കുന്ന നഗരമാണ് ഏത്? നാഗ്പൂർ. വന്യജീവികൾക്ക് എക്സ്പ്രസ് വേ കടന്നു പോകാൻ ഹരിത മേൽപ്പാലം നിർമ്മിക്കുന്ന നഗരം ഏതാണ്? നാഗ്പൂരാണ്. ദേശീയ പാതകളിൽ വാഹനാപകടം നടന്നാൽ അറിയിക്കുവാനും സഹായം തേടുവാനും നാഷണൽ ഹൈവേ അതോറിറ്റി ആരംഭിക്കുന്ന ടോൾ ഫ്രീ നമ്പറാണ് 1033. ദേശീയപാതകളിൽ വാഹനാപകടം നടന്നാൽ അറിയിക്കുവാനും സഹായം തേടാനുമായി നാഷണൽ ഹൈവേ അതോറിറ്റി ആരംഭിക്കുന്ന ടോൾ ഫ്രീ നമ്പറാണ് ഇത് 1033. അതുപോലെ വീട്ടുപടിക്കലേക്ക് ഡീസൽ എത്തിക്കുവാൻ പദ്ധതി രൂപീകരിച്ച ഇന്ത്യൻ സിറ്റിയാണ് ഇത്? ബാംഗ്ലൂർ. വീട്ടുപടിക്കലേക്ക് ഡീസൽ എത്തിക്കുവാൻ പദ്ധതി രൂപീകരിച്ച ഇന്ത്യൻ സിറ്റിയാണ് ഇത്? ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ ചെയ്ത നഗരം ഏതാണ്? എവിടെയാണ്? നാഗ്പൂരാണ്. ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ചോദിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്ത നഗരം ഏതാണ്? നാഗ്പൂരാണ്. 100 cc കുറവുള്ള വാഹനങ്ങളിൽ പിൻസീറ്റ് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം കർണാടകയാണ്. 100 cc കുറവുള്ള വാഹനങ്ങളിൽ പിൻസീറ്റ് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ടാക്സി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഇത് PYQ ആണെന്ന് തോന്നുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ടാക്സി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ എവിടെയാണ്? നാഗ്പൂരിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ടാക്സി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ നാഗ്പൂരാണ്.
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. വിശാഖപട്ടണം എവിടെയാണ്? ആന്ധ്രാപ്രദേശാണ്. ഓക്കെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. അടുത്തത് തുരങ്കങ്ങളും സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. പീർപ്പഞ്ചൽ തുരങ്കം എവിടെയാണ്? ജമ്മു കാശ്മീറാണ്. പീർപ്പഞ്ചൽ തുരങ്കം എവിടെയാണ്? ജമ്മു കാശ്മീറാണ്. അതുപോലെ ചനാനി നാഷ്രി തുരങ്കം എവിടെയാണ്? അത് ജമ്മു കാശ്മീരിലാണ്. ചനാനി നാഷ്രി തുരങ്കം എവിടെയാണ്? ജമ്മു കാശ്മീരാണ്. അതുപോലെ റോഹ്താങ് തുരങ്കം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. റോഹ്താങ് തുരങ്കം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ജവഹർ തുരങ്കം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. അതുപോലെ എന്താണ്? മലിഗുഡ തുരങ്കം എവിടെയാണ്? ഒഡീഷയിലാണ്. അതുപോലെ എന്താണ്? കാർബുഡെ തുരങ്കം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. സാധാരണ രീതിയിൽ ചോദിച്ചു കണ്ടിട്ടില്ല. റോഹ്താങ് തുരങ്കം ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും പീർപ്പഞ്ചൽ തുരങ്കം ജമ്മു കാശ്മീർ. ചനാനി നാഷ്രി തുരങ്കം എവിടെയാണ്? ജമ്മു കാശ്മീർ. റോഹ്താങ് തുരങ്കം ഹിമാചൽ പ്രദേശ്. ജവഹർ തുരങ്കം ജമ്മു കാശ്മീർ. മലിഗുഡ തുരങ്കം ഒഡീഷ. കാർബുഡെ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അടുത്തത് അടൽ ടണലാണ്. PSC ചോദിച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടിക്ക്, അതായത് 3000 മീറ്ററിൽ മുകളിലുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണലാണ് ഇത് അടൽ ടണൽ എന്നറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 10,000 അടിക്ക് അല്ലെങ്കിൽ 3000 മീറ്ററിന് മുകളിലുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണൽ ആണ് ഏത്? അടൽ ടണൽ എന്ന് പറയുന്നത്. 9.02 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. 9.02 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. അടൽ ടണൽ രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ് 2020 ഒക്ടോബർ 3-നാണ് അടൽ ടണൽ രാജ്യത്തിന് സമർപ്പിച്ചത്. അടൽ ടണൽ രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ് 2020 ഒക്ടോബർ 3-നാണ്. ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രമോദിയാണ്. അടൽ ടണൽ നിർമ്മിച്ചത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ്. അടൽ ടണൽ നിർമ്മിച്ചത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ്. അടൽ ടണൽ ബന്ധിപ്പിക്കുന്നത് മണാലിയെ ലാഹുൽ സ്പിതി താഴ്വരയുമായാണ്. അടൽ ടണൽ ബന്ധിപ്പിക്കുന്നത് മണാലിയെ ലാഹുൽ സ്പിതി താഴ്വരയുമാണ്. അതുപോലെ തന്ത്രപ്രധാനമായ റോഹ്താങ് ചുരത്തിന് കീഴിലാണ് തുരങ്കം. അടൽ ടണലിന് പിന്നിൽ പ്രവർത്തിച്ച ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന മലയാളി ആരാണ്? KP പുരുഷോത്തമനാണ്. അടൽ ടണലിന് പിന്നിൽ പ്രവർത്തിച്ച ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ചീഫ് എഞ്ചിനീയറായ മലയാളി ആരാണ്? KP പുരുഷോത്തമനാണ്. KP പുരുഷോത്തമനെ കുറിച്ച് PSC ചോദിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അവിടെ കണ്ട ഒരു ഇതുണ്ട്. അപ്പോൾ അടൽ ടണലിന്റെ നീളം എത്രയാണ്? 9.02 കിലോമീറ്റർ ആണ്. 2020 ഒക്ടോബർ 3-നാണ് അടൽ ടണൽ രാജ്യത്തിന് സമർപ്പിച്ചത്. നരേന്ദ്രമോദിയാണ്. ഓക്കെ. അടുത്തത് ജലഗതാഗതം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണെന്ത്? ജലഗതാഗതം. ഇന്ധനക്ഷമതയുള്ളതും പരിസ്ഥിതി സൗഹൃദപരവുമായ ഗതാഗത മാർഗമാണ് ഏത്? ജലഗതാഗതം. ജനക്ഷമതയുള്ളതും പരിസ്ഥിതി സൗഹൃദപരവുമായ ഗതാഗത മാർഗമാണെന്ത്? ജലഗതാഗതം. ജലഗതാഗതം 2 തരത്തിലുണ്ട്. ഒന്ന് ഉൾനാടൻ ജലപാതകള്, 2 സമുദ്രപാതകള്. ജലഗതാഗതം 2 തരത്തിലാണ്. ഒന്ന് ഉൾനാടൻ ജലപാതകളും അതുപോലെ സമുദ്ര ജലപാതകളും. ആദ്യമായിട്ട് ഉൾനാടൻ ജലപാതകളെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. റെയിൽപാതകളുടെ വരവിന് മുമ്പ് സ്വീകരിച്ചിരുന്ന ഗതാഗത മാർഗമാണ് ഉൾനാടൻ ജലപാതകൾ. റെയിൽപാതകളുടെ വരവിന് മുമ്പ് സ്വീകരിച്ചിരുന്ന ഗതാഗത മാർഗമാണ് ഉൾനാടൻ ജലപാതകൾ. നദികൾ, കനാലുകൾ, കായലുകൾ, അവയുടെ ഭാഗങ്ങൾ എന്നിവ ഈ ഗതാഗത മാർഗത്തിൽ ഉൾപ്പെടുന്നു. നദികൾ, കനാലുകൾ, കായലുകൾ, അവയുടെ ഭാഗങ്ങൾ എന്നിവ ഈ ഗതാഗത മാർഗത്തിൽ ഉൾപ്പെടുന്നു. അതുപോലെ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി സ്ഥാപിതമായത്, അതായത് ഉൾനാടൻ ജലപാത അതോറിറ്റി സ്ഥാപിതമായത് എന്നാണ് 1986 ഒക്ടോബർ 27-നാണ്.
1986 ഒക്ടോബർ 27-നാണ് ഉൾനാടൻ ജലപാത അതോറിറ്റി സ്ഥാപിതമായത്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? ദേശീയ ജലപാതകളുടെ വികസനം, അതുപോലെ നിയന്ത്രണം, പരിപാലനം എന്നിവയാണ് ഉൾനാടൻ ജലപാത അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉൾനാടൻ ജലപാത അതോറിറ്റി സ്ഥാപിതമായതെന്നാണ് 1986 ഒക്ടോബർ 27-നാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത ഏതാണ്? NW1 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജലപാത ഏതാണ്? NW1 ആണ്. അതുപോലെ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം എന്താണ്? 1968-ലാണ്. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പ് നിലവിൽ വന്ന വർഷം എന്താണ്? 1968. അതുപോലെ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ്? ആലപ്പുഴയാണ്. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ്? ആലപ്പുഴയാണ്. NW3യെ ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ച വർഷം എന്താണ്? 1993-ലാണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ് NW3 അറിയപ്പെടുന്നത്. ഇത് നമ്മൾ കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ NW3യെ ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ച വർഷം എന്താണ്? 1993-ലാണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ജലപാത ഏതാണ്? ദേശീയ ജലപാത NW5 ആണ്. ദേശീയ ജലപാത 5 ആണ്, NW5. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 5 ആണ്. അതുപോലെ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 3 ആണ്. NW3 ആണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നത്. ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം എന്നാണ്? 2016 മാർച്ച് 25-ആണ്. ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം 2016 മാർച്ച് 25-ആണ്. ഇത് നിലവിൽ വന്നതോ 2016 ഏപ്രിൽ 12-നാണ്. അപ്പം ദേശീയ ജലഗതാഗത നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച വർഷം 2016 മാർച്ച് 25-നാണ്. ഈ നിയമം നിലവിൽ വന്നത് 2016 ഏപ്രിൽ 12-നാണ് ഈ നിയമം നിലവിൽ വന്നത്. ഈ നിയമം അനുസരിച്ച് നിലവിൽ ഇന്ത്യയിലെ ആകെ ദേശീയ ജലപാതകളുടെ എണ്ണം എത്രയാണ്? 111 ആണ്. ഈ നിയമം അനുസരിച്ച് നിലവിൽ ഇന്ത്യയിലെ ആകെ ദേശീയ ജലപാതയുടെ എണ്ണം എത്രയാണ്? 111 ആണ്. ഇത് പ്രകാരം കേരളത്തിലെ ആകെ ദേശീയ ജലപാതകളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. ഇത് പ്രകാരം കേരളത്തിലെ ആകെ ദേശീയ ജലപാതകളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. അപ്പോൾ നമുക്ക് കേരളത്തിലെ ദേശീയ ജലപാതകൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് NW3 ആണ്. NW3 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ ജലപാതയാണ്? കൊല്ലം, കോഴിക്കോട് എന്നീ 2 സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ജലപാതയാണ് ഇത് NW3. PSC പലതവണ ചോദിച്ചതാണ്, പലവട്ടം PSC ചോദിച്ചതാണ്. 365 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. കൊല്ലം ടു കോഴിക്കോട് അല്ലെങ്കിൽ കൊല്ലം ടു കോട്ടപ്പുറം എന്നൊക്കെ ഉണ്ടാവും. ഇപ്പൊ കോഴിക്കോട് വരെ നീട്ടിയതാണ്. അപ്പോൾ കൊല്ലം ടു കോഴിക്കോട് 365 കിലോമീറ്ററാണ് NW3. അതുപോലെ NW8 ആലപ്പുഴ ടു ചങ്ങനാശ്ശേരിയാണ്. NW8 ആലപ്പുഴ ടു ചങ്ങനാശ്ശേരിയാണ്. 28 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. അപ്പോൾ NW8 അതുപോലെ NW9, NW59 ഇതൊന്നും PSC സാധാരണ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷേ ഇനിയുള്ള പരീക്ഷകൾക്ക് ചോദിക്കും. കാരണം സ്ഥിരമായിട്ട് ചോദിക്കാറ് NW3 ആണ്, സ്ഥിരമായിട്ട് PSC ചോദിക്കാറ്. ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ NW9 ആലപ്പുഴ ടു കോട്ടയമാണ്, 38 കിലോമീറ്ററാണ്. NW9 ആലപ്പുഴ ടു കോട്ടയമാണ്, 38 കിലോമീറ്ററാണ്. അതുപോലെ NW59 എവിടെ മുതൽ എവിടം വരെയാണ്? കോട്ടയം ടു വൈക്കം വരെയാണ്, 28 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. അപ്പോൾ ഇതാണ് കേരളത്തിലെ ദേശീയ ജലപാതകൾ. അപ്പോൾ അടുത്തത് കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമായ ദേശീയ ജലപാതയാണ് NW13. AVM കനാൽ എന്നും അറിയപ്പെടും. AVM കനാലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് 11 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. NW13 കേരളത്തിൽ നിന്നും ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമായ ദേശീയ ജലപാതയാണ് NW13. ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? നോയിഡയാണ്. ഉത്തർപ്രദേശിലെ നോയിഡയാണ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം. എവിടെയാണ്? ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തർപ്രദേശിലെ നോയിഡയിലാണ്. കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനവും കൊൽക്കത്തയാണ്.
കേന്ദ്ര ഉൾനാടൻ ജലഗതാഗത കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? കൊൽക്കത്തയാണ്. നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? ഗായിഘട്ടാണ്. ഗായിഘട്ട് എവിടെയാണ്? പാട്നയാണ്. പാട്നയിലെ ഗായിഘട്ടിലാണ് നാഷണൽ ഇൻലാൻഡ് നാവിഗേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനമായി വരുന്നത്. അടുത്തത് സമുദ്രപാതകളാണ്. സമുദ്രപാതകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. സമുദ്രപാതകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. അന്താരാഷ്ട്ര വാണിജ്യത്തിനും ദ്വീപുകൾ തമ്മിലും രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങൾ തമ്മിലുമുള്ള ഗതാഗതത്തിനും ഈ ഗതാഗത മാർഗം ഉപയോഗിക്കുന്നു. അന്താരാഷ്ട്ര വാണിജ്യത്തിനും അതുപോലെ ദ്വീപുകൾ തമ്മിലും രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങൾ തമ്മിലുമുള്ള ഗതാഗതത്തിനും ഈ ഗതാഗത മാർഗം ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം, ഇത് PSC പലതവണ ചോദിച്ചതാണ്, 7516.6 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം PSC ചോദിച്ചതാണ് 7516.6 കിലോമീറ്റർ എന്നാണ് ഇതിന്റെ ആൻസർ. പക്ഷെ ഇത് PSC റൗണ്ട് ചെയ്തിട്ട് എന്താകും? 7517 എന്നൊക്കെ ഓപ്ഷനിൽ കൊടുക്കും. അപ്പോൾ ഈ 7517 മാത്രമാണ് കാണുന്നതെങ്കിൽ ഇതെന്ത് ചെയ്യാം? ഇത് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. അടുത്തത് ഇന്ത്യയുടെ മേജർ തുറമുഖങ്ങൾ എത്രണ്ണമാണ്? 14 മേജർ തുറമുഖങ്ങളാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയിൽ 13ാമതായി വന്ന മേജർ തുറമുഖമാണ് ഇത് പോർട്ട് ബ്ലെയർ. 2010 നിലവിൽ വന്നത്. ഇന്ത്യയിലെ 13ാമതായി നിലവിൽ വന്ന മേജർ തുറമുഖമാണ് ഇത് പോർട്ട് ബ്ലെയർ. 2010 നിലവിൽ വന്നത്. മേജർ തുറമുഖങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്നത് കേന്ദ്ര തുറമുഖ വകുപ്പാണ്. മേജർ തുറമുഖങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്നത് കേന്ദ്ര തുറമുഖ വകുപ്പാണ്. അതുപോലെ മൈനർ തുറമുഖങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്നതോ അതാത് സംസ്ഥാനങ്ങളാണ് അതിൻ്റെ ഭരണനിർവഹണം നടത്തുന്നത്. അപ്പോൾ മേജർ തുറമുഖങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്നത് കേന്ദ്ര തുറമുഖ വകുപ്പാണ്. മൈനർ തുറമുഖങ്ങളുടെ ഭരണ നിയന്ത്രണം നടത്തുന്നത് അതാത് സംസ്ഥാനങ്ങളാണ്. അതുപോലെ ഇന്ത്യയിൽ സമുദ്രതീരമുള്ള സംസ്ഥാനങ്ങൾ എത്രണ്ണമാണ്? 9 എണ്ണമാണ്. ഇതൊക്കെ പലതവണ PSC ചോദിച്ചതാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് സമുദ്രതീരമുള്ളത്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. അപ്പോൾ ഇന്ത്യയിൽ സമുദ്രതീരമുള്ള സംസ്ഥാനങ്ങൾ എത്ര എണ്ണമാണ്? 9 സംസ്ഥാനങ്ങളാണ്. ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ ഉള്ളത് എവിടെയാണ്? മഹാരാഷ്ട്രയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? അത് തമിഴ്നാടാണ്. അതുപോലെ ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഏജൻസി ഏതാണ്? പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഏജൻസി ഏതാണ്? പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ്. 1980 പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്നത്. പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1980. അപ്പോൾ ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഏജൻസി ഏതാണ്? പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ്. ഇത് നിലവിൽ വന്നത് 1980. പുരാതനമായ കിഴക്കൻ തീര തുറമുഖമാണ് ഇത് ചെന്നൈ. പുരാതനമായ കിഴക്കൻ തീര തുറമുഖമാണ് ചെന്നൈ. കൊച്ചിൻ കപ്പൽ നിർമ്മാണശാല സ്ഥാപിതമായ വർഷം എന്നാണ്? 1972. കൊച്ചിൻ കപ്പൽ നിർമ്മാണശാല സ്ഥാപിതമായ വർഷം 1972. മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖമാണ് ഇത് പൊന്നാനി. മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖമാണ് പൊന്നാനി. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നീണ്ടക്കര. പലതവണ PSC ചോദിച്ചതാണ്. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നീണ്ടക്കരയാണ്. കേരള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നീണ്ടക്കരയാണ്. ഇന്ത്യൻ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏഴിമലയാണ്. കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിലാണ് ഇന്ത്യൻ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ PSC പലതവണ ചോദിച്ചതാണ്. ദക്ഷിണ നാവിക കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ്. ദക്ഷിണ നാവിക കമാൻഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ്. അടുത്തത് ഇന്ത്യയിലെ തുറമുഖങ്ങളെ കുറിച്ചാണ്. നിലവിൽ ഇന്ത്യയിൽ 14 മേജർ തുറമുഖങ്ങളാണ് നിലവിലുള്ളത്.
ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ട്. ഇവിടെ CRTയിലും റാങ്ക് ഫയലിലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കോളമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് പഠിക്കൽ അനിവാര്യമാണ്. അപ്പോൾ വിട്ടുപോയതാണ്, അപ്പോൾ ഇവിടെ ഇത് കൊടുക്കുന്നു. അപ്പോഴത്തെ ക്ലാസ് നടക്കുന്നുണ്ട്, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കുറച്ച് കൂടുതലുണ്ട്, അപ്പോൾ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഏതാണ്? NW1 ആണ്. NW1 ഇത് ബന്ധിപ്പിക്കുന്നത് അലഹബാദ് ടു ഹാൽഡിയയാണ്. NW1 ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ നദികളിലും കനാലുകളുമാണ്? ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി എന്നീ നദികളിലാണ് NW1 സ്ഥിതി ചെയ്യുന്നത്. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി എന്നീ നദികളിലാണ് NW1 സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ബന്ധിപ്പിക്കുന്നത്? അലഹബാദ് ടു ഹാൽഡിയ. അടുത്തത് NW2 ആണ്. സാദിയ, ദുബ്രി എവിടെയാണ്? ആസാമിലാണ്. ബ്രഹ്മപുത്ര നദിയിലാണ്. NW2 സാദിയ ടു ദുബ്രിയാണ്, ബ്രഹ്മപുത്ര നദിയിലാണ്. അതുപോലെ NW3 നേരത്തെ നമ്മൾ പഠിച്ചു, കൊല്ലം ടു കോഴിക്കോടാണ്, വെസ്റ്റ് കോസ്റ്റ് കനാല്, അതുപോലെ ചമ്പക്കര കനാല്, അതുപോലെ ഉദ്യോഗമണ്ഡൽ കനാല്. ഇതൊക്കെയാണ് വെസ്റ്റ് കോസ്റ്റ് കനാല്, അതുപോലെ ചമ്പക്കര കനാല്, ഉദ്യോഗമണ്ഡലം കനാല്. അപ്പോൾ NW1 ആകെ നീളം എത്രയാണ്? 1620 NW1 അലഹബാദ് ടു ഹാൽഡിയ വരെയാണ്. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി നദികളിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1620 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. രണ്ടാമത്തത് NW2 ആണ്. സാദിയ ടു ദുബ്രിയാണ്, ബ്രഹ്മപുത്ര നദിയിലാണ്. 891 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. അതുപോലെ NW3 കൊല്ലം ടു കോഴിക്കോട്, വെസ്റ്റ് കോസ്റ്റ് കനാല്, ചമ്പക്കര കനാല്, ഉദ്യോഗമണ്ഡലം കനാല് 365 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. 365 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഇനി അടുത്തത് NW4 ആണ്. കാക്കിനഡ ടു പുതുച്ചേരിയാണ്. ഗോദാവരി കൃഷ്ണ നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2890 കിലോമീറ്ററാണ് ഇതിൻ്റെ നിർദ്ദിഷ്ട നീളം. 2890 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. അഞ്ചാമത്തത് NW5 ആണ്. താൽച്ചർ ടു പാരാദ്വീപ് അല്ലെങ്കിൽ ഒഡീഷ ടു പശ്ചിമ ബംഗാൾ. ഇത് വെസ്റ്റ് കോസ്റ്റ് കനാലും അതുപോലെ മത്തായി ദ്വീപിലും മത്തായി അതുപോലെ ബ്രാഹ്മണി നദി, മഹാനദി എന്നിവയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ നീളം എത്രയാണ്? 623 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം വരുന്നത്. അതുപോലെ അവസാനത്തത് NW6 ആണ്. ലഖിപ്പൂർ ടു ബംഗ ഇത് ഏത് നദിയിലാണ്? ബറാക്ക് നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 121 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ബറാക്ക് നദിയിലാണ് NW6 സ്ഥിതി ചെയ്യുന്നത്. ലഖിപ്പൂർ ടു ഭംഗ ഈ രണ്ട് സ്ഥലങ്ങളെയാണ് NW6 ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തുറമുഖങ്ങളെക്കുറിച്ചാണ്. ആദ്യം നമുക്ക് പശ്ചിമ തീര തുറമുഖങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. ആദ്യത്തേത് കൊച്ചി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂ മാംഗ്ലൂർ കർണാടകയിലാണ്. മർമഗോവ ഗോവയിലാണ്. ജവഹർലാൽ നെഹ്റു മഹാരാഷ്ട്ര. ജവഹർലാൽ നെഹ്റു തുറമുഖം എവിടെയാണ്? മഹാരാഷ്ട്ര. അതുപോലെ മുംബൈ തുറമുഖം മഹാരാഷ്ട്ര. ദീൻ ദയാൽ അല്ലെങ്കിൽ കാട്ല തുറമുഖം എവിടെയാണ്? ഗുജറാത്താണ്. അപ്പം കേരളം, കൊച്ചി തുറമുഖം കേരളം, ന്യൂ മാംഗ്ലൂർ എവിടെയാണ്? കർണാടകയിലാണ്. മർമഗോവ തുറമുഖം ഗോവയിലാണ്. ജവഹർലാൽ നെഹ്റു തുറമുഖം മഹാരാഷ്ട്ര. മുംബൈ തുറമുഖം മഹാരാഷ്ട്ര. ദീൻ ദയാൽ അല്ലെങ്കിൽ കാണ്ട്ല തുറമുഖം എവിടെയാണ്? ഗുജറാത്താണ്. അടുത്തത് പൂർവ്വ തീര തുറമുഖങ്ങളാണ്. ചെന്നൈ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. കാമരാജ് പോർട്ട് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. വിശാഖപട്ടണം എവിടെയാണ്? ആന്ധ്രാപ്രദേശാണ്. പാരദ്വീപ് ഒഡീഷയിലാണ്. കൊൽക്കത്ത അതുപോലെ ഹാൽഡിയ എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. പോർട്ട് ബ്ലെയർ എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. വി ഒ ചിദംബരനാർ തുറമുഖം എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ തുറമുഖം ഏതാണ്? ദീൻ ദയാൽ തുറമുഖം അല്ലെങ്കിൽ കാണ്ട്ല തുറമുഖം. ദീൻ ദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ കച്ചിലാണ് ദീൻ ദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്.
അതുപോലെ ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖം ഏതാണ്? ദീൻ ദയാൽ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖം ഏതാണ്? ദീൻ ദയാൽ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖം ഏതാണ്? ദീൻ ദയാൽ തുറമുഖമാണ്. ദീൻ ദയാൽ തുറമുഖം നിർമ്മിച്ചത് ഏത് വർഷമാണ്? 1950 ദീൻ ദയാൽ തുറമുഖം നിർമ്മിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖം ആണ് ഏത്? ദീൻ ദയാൽ തുറമുഖം. ദീൻ ദയാൽ തുറമുഖം നിർമ്മിച്ചത് ഏത് വർഷമാണ്? 1950 ദീൻ ദയാൽ തുറമുഖം നിർമ്മിച്ചത്. അതുപോലെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക തുറമുഖമാണ് ഇത് ദീൻ ദയാൽ തുറമുഖം. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ആദ്യ പ്രത്യേക സാമ്പത്തിക മേഖല എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ഇത് ദീൻ ദയാൽ തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് പോർട്ടാണ് ഇത് ദീൻ ദയാൽ തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രീ ട്രേഡ് പോർട്ടാണ് ദീൻ ദയാൽ തുറമുഖം. അതുപോലെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തുറമുഖമാണ് ഇത് ദീൻ ദയാൽ തുറമുഖം. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തുറമുഖമാണ് ഏത്? ദീൻ ദയാൽ തുറമുഖം. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ഇത് ദീൻ ദയാൽ തുറമുഖം. ഇത് പോയിന്റൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ദീൻ ദയാൽ തുറമുഖം. അതുപോലെ ദീൻ ദയാൽ തുറമുഖത്തിന്റെ പഴയ പേരെന്താണ്? കാണ്ട്ല തുറമുഖം എന്നാണ്. ദീൻ ദയാൽ തുറമുഖത്തിന്റെ പഴയ പേരെന്താണ്? കാണ്ട്ല തുറമുഖം എന്നാണ്. അതുപോലെ ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? ദീൻ ദയാൽ തുറമുഖമാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ദീൻ ദയാൽ തുറമുഖത്തിന്റെ പഴയ പേരെന്താണ്? കാണ്ട്ല തുറമുഖം എന്നാണ്. ചിലപ്പോൾ ഓപ്ഷനിൽ ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? ചിലപ്പോൾ കാണ്ട്ല തുറമുഖം എന്നായിരിക്കും കൊടുക്കുക. അപ്പോൾ ഓപ്ഷൻ നോക്കി ഏതാണ് ഓപ്ഷൻ കൃത്യമായിട്ട് നോക്കി ദീൻ ദയാൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, കാണ്ട്ല ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ട് കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. അടുത്തത് ജവഹർലാൽ നെഹ്റു തുറമുഖത്തെ കുറിച്ചാണ്. ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അതുപോലെ ജവഹർലാൽ നെഹ്റു തുറമുഖം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? നവശേവ തുറമുഖം എന്നാണ്. ജവഹർലാൽ നെഹ്റു തുറമുഖം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? നവശേവ തുറമുഖം എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം തുറമുഖമാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം ഏതാണ്? ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖമാണ് എന്ത്? ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖമാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖമാണ് ഇത് ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് ഓർത്തു വെക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖമാണ് ഇത് ജവഹർലാൽ നെഹ്റു തുറമുഖം. അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട കണ്ടെയ്നർ പോർട്ടാണ് ഇത് ജവഹർലാൽ നെഹ്റു പോർട്ട്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിച്ച കണ്ടെയ്നർ പോർട്ടാണ് ജവഹർലാൽ നെഹ്റു പോർട്ട്. ഇന്ത്യയിൽ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖമാണ് ഇത് ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖമാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ജവഹർലാൽ നെഹ്റു തുറമുഖത്തെ കുറിച്ചാണ്. ഒന്ന് ഓടിച്ചു വിടാം. ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ജവഹർലാൽ നെഹ്റു തുറമുഖം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നവശേവ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖമാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖമാണ് ഇത് ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖമാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിച്ച കണ്ടെയ്നർ പോർട്ടാണ് ഇത് ജവഹർലാൽ നെഹ്റു പോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖമാണ് ജവഹർലാൽ നെഹ്റു തുറമുഖം. അടുത്തത് മർമ്മഗോവ തുറമുഖമാണ്. മർമ്മഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ്, സുവാരി നദിയിലാണ്. അപ്പോൾ മർമ്മഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? സുവാരി നദി ഗോവയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം. ഇത് PSC പലതവണ ചോദിച്ചതാണ്. ഏത് തുറമുഖത്താണ്? നമ്മൾ ചിലപ്പോൾ ഒഡീഷയിലെ ഏതാണ് ആ ഭാഗത്തുള്ള തുറമുഖങ്ങളെ നമ്മൾ ആൻസർ ചെയ്യും. പക്ഷേ ആൻസർ ഇതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? മർമ്മഗോവ തുറമുഖമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് ഏത് തുറമുഖത്താണ്? മർമ്മഗോവ തുറമുഖം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് ഏത് തുറമുഖമാണ്?
മർമഗോവ തുറമുഖമാണ്. ഓർത്തു വെച്ചോ. അടുത്തത് മുംബൈ തുറമുഖത്തെ കുറിച്ചാണ്. മുംബൈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. മുംബൈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണിത്, മുംബൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണിത്, മുംബൈ തുറമുഖം. ഇന്ത്യയിലെ ഏകദേശം 1/5 വിദേശ ചരക്കുകൾ ഇറക്കുമതി ചെയ്യുന്ന തുറമുഖമാണ് മുംബൈ തുറമുഖം. ഇന്ത്യയിലെ ഏകദേശം 1/5 വിദേശ ചരക്കുകൾ ഇറക്കുമതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? മുംബൈ തുറമുഖമാണ്. അതുപോലെ മുംബൈ തുറമുഖം അറിയപ്പെടുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നാണ്. മുംബൈ തുറമുഖം അറിയപ്പെടുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം ഏതാണ്? മുംബൈ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം ഏതാണ്? മുംബൈ തുറമുഖമാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നതും ഏതാണ്? ഇതൊക്കെ പലതവണ PSC ചോദിച്ചതാണ്. മുംബൈ തുറമുഖമാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? മുംബൈ തുറമുഖമാണ്. അടുത്തത് VO ചിദംബരനാർ തുറമുഖമാണ്, അല്ലെങ്കിൽ തൂത്തുക്കുടി തുറമുഖം എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ഓപ്ഷൻ ഏതാന്ന് നോക്കിയിട്ട് ചെയ്യാം. VO ചിദംബരനാർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. VO ചിദംബരനാർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. അതുപോലെ ഇതിൻ്റെ ആദ്യകാല നാമം എന്താണ്? ട്യൂറ്റിക്കോറിൻ തുറമുഖം എന്നായിരുന്നു ഇത് ചിദംബരനാർ തുറമുഖത്തിൻ്റെ ആദ്യകാല നാമം, അല്ലെങ്കിൽ തൂത്തുക്കുടി തുറമുഖം എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ആദ്യകാല നാമം എന്താണ്? ട്യൂറ്റിക്കോറിൻ തുറമുഖം എന്നാണ്. അതുപോലെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 1974 VO ചിദംബരനാർ തുറമുഖത്തെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത്. ഇതൊരു മനുഷ്യനിർമ്മിത ആഴക്കടൽ തുറമുഖമാണ്. അപ്പോൾ ഇതൊരു മനുഷ്യനിർമ്മിത ആഴക്കടൽ തുറമുഖമാണ്. ഏത്? VO ചിദംബരനാർ തുറമുഖം. ഇതൊരു മനുഷ്യനിർമ്മിത ആഴക്കടൽ തുറമുഖമാണ്. ഏത്? VO ചിദംബരനാർ തുറമുഖം. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? VO ചിദംബരനാർ തുറമുഖം. ഇതൊക്കെയായിരിക്കും LGS ചോദിക്കുക. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? VO ചിദംബരനാർ തുറമുഖം. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? VO ചിദംബരനാർ തുറമുഖമാണ്. തൂത്തുക്കുടി പോർട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണ്? ഉപ്പാണ്. തൂത്തുക്കുടി പോർട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണ്? ഉപ്പാണ്. അടുത്തത് PSC പലതവണ ചോദിച്ചതാണ്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര്? VO ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് VO ചിദംബരം പിള്ള. പിന്നെന്താണ്? പാണ്ഡ്യ രാജാക്കന്മാരുടെ പ്രധാന തുറമുഖമായിരുന്നു ഇത്? തൂത്തുക്കുടി. പാണ്ഡ്യ രാജാക്കന്മാരുടെ പ്രധാന തുറമുഖമായിരുന്നു ഏത്? തൂത്തുക്കുടി. അപ്പം വളരെ പ്രധാനപ്പെട്ടതാണ്. കപ്പലോട്ടിയ തമിഴൻ ആരാണ്? VO ചിദംബരം പിള്ള. തൂത്തുക്കുടി പോർട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഉപ്പാണ്. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? VO ചിദംബരനാർ തുറമുഖമാണ്. ഇതൊരു മനുഷ്യനിർമ്മിത ആഴക്കടൽ തുറമുഖമാണ്. ഈ തുറമുഖത്തെ മേജർ തുറമുഖമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1974 ആദ്യകാല നാമം ട്യൂറ്റിക്കോറിൻ എന്നാണ് ആദ്യകാല നാമം. VO ചിദംബരനാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ന്യൂ മാംഗ്ലൂർ തുറമുഖമാണ്. ആദ്യകാല നാമം പനമ്പൂർ തുറമുഖം എന്നാണ് ആദ്യകാല നാമം. ഈ തുറമുഖത്തെ മംഗലാപുരം തുറമുഖം എന്നും അറിയപ്പെടുന്നു. ന്യൂ മാംഗ്ലൂർ തുറമുഖം അറിയപ്പെടുന്നത് ഗേറ്റ് വേ ഓഫ് കർണാടക എന്നാണ്. കർണാടക സംസ്ഥാനത്തിലെ ഒരേ ഒരു മേജർ തുറമുഖമാണ് ഇത്? ന്യൂ മാംഗ്ലൂർ തുറമുഖം. കർണാടക സംസ്ഥാനത്തിലെ ഒരേ ഒരു മേജർ തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ മേജർ തുറമുഖം. അതുപോലെ പ്രധാനമായും കുദ്രേമുഖ് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ച തുറമുഖമാണ് ഇത്? ന്യൂ മാംഗ്ലൂർ തുറമുഖം. അപ്പം കുദ്രേമുഖ് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ച തുറമുഖം ഏതാണ്? ന്യൂ മാംഗ്ലൂർ തുറമുഖം. നമ്മൾ നേരത്തെ ഒരു തുറമുഖത്തെ കുറിച്ച് പഠിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? അത് മർമഗോവയാണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? മർമഗോവയാണെങ്കിൽ കുദ്രേമുഖ് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ച തുറമുഖം ഏതാണ്? അത് ന്യൂ മാംഗ്ലൂർ തുറമുഖമാണ്. അടുത്തത് വിശാഖപട്ടണം തുറമുഖമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്നും കിഴക്കൻ തീരത്തിൻ്റെ രത്നം എന്നും അറിയപ്പെടുന്ന തുറമുഖമാണിത്.
വിശാഖപട്ടണം തുറമുഖം. എന്തൊക്കെയാണ്? 2 പോയിന്റാണ്. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം, ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്നും കിഴക്കൻ തീരത്തിൻ്റെ രത്നം എന്നും അറിയപ്പെടുന്ന തുറമുഖമാണ് ഏത്? വിശാഖപട്ടണം തുറമുഖം. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്നും കിഴക്കൻ തീരത്തിൻ്റെ രത്നം എന്നും അറിയപ്പെടുന്ന തുറമുഖമാണിത്, വിശാഖപട്ടണം തുറമുഖം. ഏറ്റവും ആഴം കൂടിയ കരബന്ധിത തുറമുഖം ഏതാണ്? അത് വിശാഖപട്ടണം തുറമുഖമാണ്. PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഏറ്റവും ആഴം കൂടിയ കരബന്ധിത തുറമുഖം, ഇതൊക്കെ PSC മുമ്പ് ചോദിച്ചിട്ടുള്ളതുമാണ്. ഏറ്റവും ആഴം കൂടിയ കരബന്ധിത തുറമുഖം ഏതാണ്? വിശാഖപട്ടണം തുറമുഖമാണ്. അതുപോലെ ബംഗാൾ ഉൾക്കടലിലെ ഒരേ ഒരു പ്രകൃതിദത്ത തുറമുഖം ഏതാണ്? അത് വിശാഖപട്ടണം തുറമുഖമാണ്. ബംഗാൾ ഉൾക്കടലിലെ ഒരേ ഒരു പ്രകൃതിദത്ത തുറമുഖം ഏതാണ്? വിശാഖപട്ടണം തുറമുഖമാണ്. അതുപോലെ ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വിശാഖപട്ടണത്താണ്. ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? വിശാഖപട്ടണത്താണ്. അടുത്തത്, വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡോൾഫിൻ നോസ് ഹില്ലിനും അതുപോലെ റോസ് ഹില്ലിനും ഇടയിലാണ്. ഡോൾഫിൻ നോസ് ഹില്ലിനും റോസ് ഹില്ലിനും ഇടയിലാണ് വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ആണവ അന്തർവാഹിനിയായ അരിഹന്ത് നിർമ്മിച്ചത് വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണശാലയിലാണ്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ആണവ അന്തർവാഹിനിയായ അരിഹന്ത് നിർമ്മിച്ചത് വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണശാലയിലാണ്. ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ സബ്മറൈൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ സബ്മറൈൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. അതുപോലെ നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. അടുത്തത് ചെന്നൈ തുറമുഖമാണ്. ഇന്ത്യയിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള തുറമുഖമാണ് ഇത്, ചെന്നൈ തുറമുഖം. ഇന്ത്യയിൽ വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള തുറമുഖമാണ് ഇത്, ചെന്നൈ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൃത്രിമ തുറമുഖം ഏതാണ്? ചെന്നൈ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൃത്രിമ തുറമുഖം, ഇതൊക്കെ PSC ചോദിക്കും. ഏതാണ്? ചെന്നൈ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ കൃത്രിമ തുറമുഖം ചെന്നൈ തുറമുഖമാണ്. 1ാം ലോക മഹായുദ്ധത്തിൽ ആക്രമണം നേരിട്ട ഒരേ ഒരു ഇന്ത്യൻ തുറമുഖമാണ് ഇത്, ചെന്നൈ തുറമുഖം. 1ാം ലോക മഹായുദ്ധത്തിൽ ആക്രമണം നേരിട്ട ഒരേ ഒരു ഇന്ത്യൻ തുറമുഖം ഏതാണ്? ചെന്നൈ തുറമുഖമാണ്. 1ാം ലോക മഹായുദ്ധത്തിൽ ആക്രമണം നേരിട്ട ഒരേ ഒരു ഇന്ത്യൻ തുറമുഖമാണിത്, ചെന്നൈ തുറമുഖം. ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖമാണിത്, ചെന്നൈ തുറമുഖം. ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖമാണിത്, ചെന്നൈ തുറമുഖം. അടുത്തത് കൊൽക്കത്ത ഹാൽഡിയ തുറമുഖമാണ്. കൊൽക്കത്ത ഹാൽഡിയ തുറമുഖത്തിൻ്റെ പുതിയ പേരെന്താണ്? ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്നാണ്. കൊൽക്കത്ത പോർട്ടിൻ്റെ പുതിയ പേരെന്താണ്? ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഇപ്പോഴും പ്രവർത്തനത്തിലുള്ള തുറമുഖമാണിത്, കൊൽക്കത്ത ഹാൽഡിയ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും ഇപ്പോഴും പ്രവർത്തനത്തിലുള്ള തുറമുഖവും ഏതാണ്? കൊൽക്കത്ത ഹാൽഡിയ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖമാണിത്, കൊൽക്കത്ത തുറമുഖം. ഇന്ത്യയിലെ ഏക നദീജന്യ മേജർ തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖം. അതുപോലെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ആസ്ഥാനം കൂടിയായ മേജർ തുറമുഖമാണിത്, കൊൽക്കത്ത തുറമുഖം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ആസ്ഥാനം കൂടിയായ മേജർ തുറമുഖമാണിത്, കൊൽക്കത്ത തുറമുഖം. ഗേറ്റ് വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖമാണിത്, കൊൽക്കത്ത തുറമുഖം. ഗേറ്റ് വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖമാണിത്, കൊൽക്കത്ത തുറമുഖം. അതുപോലെ കിഴക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നാണ് ഈ ഗേറ്റ് വേ ഓഫ് ഈസ്റ്റ്യ എന്നതിൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെ PSCയിൽ ചോദിക്കാം. കിഴക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? കൊൽക്കത്ത തുറമുഖമാണ്. കൊൽക്കത്ത തുറമുഖത്തിലെ തിരക്ക് നിയന്ത്രിക്കാൻ നിർമ്മിച്ച തുറമുഖമാണിത്, ഹാൽഡിയ തുറമുഖം. കൊൽക്കത്ത തുറമുഖത്തിലെ തിരക്ക് നിയന്ത്രിക്കാൻ നിർമ്മിച്ച തുറമുഖമാണിത്, ഹാൽഡിയ തുറമുഖം. കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൂഗ്ലി നദിയിലാണ്. ഇതൊക്കെ PSC ചോദിച്ചതാണ്. കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഹൂഗ്ലി നദിയിലാണ്. രാജ്യത്തെ തുറമുഖങ്ങളുടെ വികസനത്തിനായി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണിത്, സാഗർമാല. രാജ്യത്തെ തുറമുഖങ്ങളുടെ വികസനത്തിനായി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതിയാണിത്, സാഗർമാല.
അടുത്തത് പാരാദ്വീപ് തുറമുഖത്തെക്കുറിച്ചാണ്. പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. പാരാദ്വീപ് ഒരു മനുഷ്യനിർമ്മിത തുറമുഖമാണ്. എന്താണ്? പാരാദ്വീപ് ഒരു മനുഷ്യനിർമ്മിത തുറമുഖമാണ്. പാരാദ്വീപിനെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് 1966 ഏപ്രിൽ 18-നാണ്. പാരാദ്വീപിനെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് 1966 ഏപ്രിൽ 18-നാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൂർവ്വതീര തുറമുഖമാണ് പാരാദ്വീപ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൂർവ്വതീര തുറമുഖം ഏതാണ്? പാരാദ്വീപ് തുറമുഖമാണ്. ജപ്പാനിലേക്ക് ഇരുമ്പയിര് കയറ്റി അയക്കുന്ന ഇന്ത്യൻ തുറമുഖം ഏതാണ്? പാരാദ്വീപ് തുറമുഖമാണ്. ജപ്പാനിലേക്ക് ഇരുമ്പയിര് കയറ്റി അയക്കുന്ന ഇന്ത്യൻ തുറമുഖം ഏതാണ്? പാരാദ്വീപ് തുറമുഖമാണ്. അടുത്തത് ഒരു എക്സ്ട്രാ പോയിന്റ് ആണ്. ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ലഗൂൺ തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? പാരാദ്വീപ് തുറമുഖവും ന്യൂ മാംഗ്ലൂർ തുറമുഖവുമാണ്. അപ്പം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ലഗൂൺ തുറമുഖങ്ങൾ? ഏതൊക്കെയാണ്? പാരാദ്വീപ് തുറമുഖവും പിന്നെന്താണ്? ന്യൂ മാംഗ്ലൂർ തുറമുഖവും. അടുത്തത് പോർട്ട് ബ്ലെയർ തുറമുഖത്തെക്കുറിച്ചാണ്. ഏറ്റവും അവസാനം രൂപം കൊണ്ട തുറമുഖമാണിത് പോർട്ട് ബ്ലെയർ തുറമുഖം. ഏറ്റവും അവസാനം രൂപം കൊണ്ട തുറമുഖമാണ് പോർട്ട് ബ്ലെയർ തുറമുഖം. പോർട്ട് ബ്ലെയർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. പോർട്ട് ബ്ലെയർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. 13ാമത്തെ മേജർ തുറമുഖമാണിത് പോർട്ട് ബ്ലെയർ തുറമുഖം. 13ാമത്തെ മേജർ തുറമുഖമാണിത് പോർട്ട് ബ്ലെയർ തുറമുഖം. പോർട്ട് ബ്ലെയറിനെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് 2010-ലാണ്. പോർട്ട് ബ്ലെയറിനെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് 2010-ലാണ്. സിംഗപ്പൂർ സൗദി അറേബ്യ ഷിപ്പിംഗ് ലൈനിനും US സിംഗപ്പൂർ ഷിപ്പിംഗ് ലൈനിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖമാണിത് പോർട്ട് ബ്ലെയർ. സിംഗപ്പൂർ സൗദി അറേബ്യ ഷിപ്പിംഗ് ലൈനിനും US അതുപോലെ സിംഗപ്പൂർ ഷിപ്പിംഗ് ലൈനിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖമാണിത് പോർട്ട് ബ്ലെയർ തുറമുഖം. അടുത്തത് കൊച്ചി തുറമുഖമാണ്. കൊച്ചി തുറമുഖം നിലവിൽ വന്നത് 1928 മെയ് 26-നാണ്. കൊച്ചി തുറമുഖം നിലവിൽ വന്നത് എന്നാണ്? 1928 മെയ് 26-നാണ് കൊച്ചി തുറമുഖം നിലവിൽ വന്നത്. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോയാണ്. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ചോദിച്ചിട്ടുണ്ട്. ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോയാണ്. കേരളത്തിലെ മേജർ തുറമുഖമാണിത് കൊച്ചി തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണിത് കൊച്ചി തുറമുഖം. പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണിത് കൊച്ചി തുറമുഖം. കൊച്ചിൻ സാഗ എന്നറിയപ്പെടുന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ്? റോബർട്ട് ബ്രിസ്റ്റോയാണ്. കൊച്ചിൻ സാഗ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ്? കൊച്ചിൻ സാഗ എന്ന പുസ്തകത്തിന്റെ കർത്താവാരാണ്? റോബർട്ട് ബ്രിസ്റ്റോയാണ്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി തുറമുഖം. അതുപോലെ കേരളത്തിലെ മേജർ തുറമുഖമാണ് ഇത് കൊച്ചി തുറമുഖം. കൊച്ചിൻ സാഗ എന്ന പുസ്തകത്തിന്റെ കർത്താവ് റോബർട്ട് ബ്രിസ്റ്റോയാണ്. കൊച്ചി തുറമുഖത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ വെള്ളപ്പൊക്കമാണ് പെരിയാറിലെ വെള്ളപ്പൊക്കം. 1341 ഉണ്ടായ പെരിയാറിലെ വെള്ളപ്പൊക്കമാണ് കൊച്ചി തുറമുഖത്തിന്റെ ഉത്ഭവത്തിന് കാരണമായ വെള്ളപ്പൊക്കം. ഇന്ത്യയിലെ ആദ്യ പോർട്ടാണ് ഏത്? പോർട്ടാണ് കൊച്ചി തുറമുഖം. കൊച്ചി പോർട്ട് ഇന്ത്യയിലെ ആദ്യ പോർട്ടാണ് ഏത്? കൊച്ചി തുറമുഖം. വല്ലാർപാടം ടെർമിനലും അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡും സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കൊച്ചി തുറമുഖം. വല്ലാർപാടം ടെർമിനലും കൊച്ചിൻ ഷിപ്പ്യാർഡും സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണിത് കൊച്ചി തുറമുഖം. കൊച്ചി തുറമുഖത്തിന്റെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1936 ഓഗസ്റ്റിലാണ്. കൊച്ചി തുറമുഖത്തെ മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത് 1936 ഓഗസ്റ്റിലാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി കണ്ടെയ്നർ കപ്പൽ എത്തിയ സ്ഥലം ഏതാണ്? കൊച്ചിയാണ്. കൊച്ചി തുറമുഖത്തിലാണ്. പ്രസിഡന്റ് ടൈലർ എന്ന് പറയുന്ന കണ്ടെയ്നർ എത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി കണ്ടെയ്നർ കപ്പൽ എത്തിയ സ്ഥലം ഏതാണ്? കൊച്ചി തുറമുഖമാണ്. അറബിക്കടലിന്റെ റാണി പലതവണ ചോദിച്ചതാണ്. എന്ന് കൊച്ചി തുറമുഖത്തെ വിശേഷിപ്പിച്ചതാണ്? RK ഷൺമുഖം ചെട്ടിയാണ്. 1936-ലാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ഇത് കൊച്ചി തുറമുഖം. ഇങ്ങനെ വിശേഷിപ്പിച്ചതാരാണ്? RK ഷൺമുഖം ചെട്ടിയാണ്. അടുത്തത് കൊച്ചി തുറമുഖത്തിന്റെ ആഴം കൂട്ടലിൽ നിന്നും ലഭിച്ച മണ്ണ് നിക്ഷേപിച്ച് രൂപം കൊണ്ട ഐലൻഡാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. കൊച്ചി തുറമുഖത്തിന്റെ ആഴം കൂട്ടലിൽ നിന്നും ലഭിച്ച മണ്ണ് നിക്ഷേപിച്ച് രൂപം കൊണ്ട ഐലൻഡാണ് ഇത് വെല്ലിംഗ്ടൺ ഐലൻഡ്. അതായത് വെല്ലിംഗ്ടൺ ഐലൻഡ്. കൊച്ചി തുറമുഖത്തിന് നിർമ്മാണ ചെലവ് വഹിച്ചതാരാണ്? തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ് ഗവൺമെന്റുകളാണ്. കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണ ചെലവ് വഹിച്ചത് ആരൊക്കെയാണ്? തിരുവിതാംകൂർ, കൊച്ചി, മദ്രാസ് ഗവൺമെന്റുകളാണ്.
അപ്പോൾ അടുത്തത് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിനെ കുറിച്ചാണ്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്നത് എന്നാണ് 1964 കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്നത് ആരാണ് എന്നാണ് നിലവിൽ വന്നത് 1964. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ആദ്യ ചെയർമാൻ ആരാണ്? PR സുബ്രഹ്മണ്യനാണ്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ആദ്യ ചെയർമാൻ ആരാണ്? PR സുബ്രഹ്മണ്യനാണ്. അടുത്തത് കാമരാജർ തുറമുഖമാണ്. ആദ്യകാല നാമം എണ്ണൂർ തുറമുഖം എന്നായിരുന്നു. കാമരാജർ തുറമുഖത്തിന്റെ ആദ്യകാല നാമം എന്തായിരുന്നു? എണ്ണൂർ തുറമുഖം എന്നായിരുന്നു. ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് തുറമുഖം ഏതാണ്? ഇത് കാമരാജർ ചോദിച്ചതാണ്. ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് തുറമുഖമാണ് ഏത്? കാമരാജർ തുറമുഖം. കമ്പനിയായി രജിസ്റ്റർ ചെയ്ത ആദ്യ തുറമുഖമാണ് ഇത് കാമരാജർ തുറമുഖം. ഇതും ചോദിച്ചതാണ് PSC. അപ്പം കമ്പനിയായി രജിസ്റ്റർ ചെയ്ത ആദ്യ തുറമുഖം ഏതാണ്? കാമരാജർ. ഇങ്ങനെ കാമരാജനുമായി കമ്പനി കൂടി എന്നൊക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ കമ്പനിയായി രജിസ്റ്റർ ചെയ്ത ആദ്യ തുറമുഖമാണിത് കാമരാജർ. ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് തുറമുഖമാണിത് കാമരാജർ തുറമുഖം. പിന്നെ ചെന്നൈ തുറമുഖത്തിന്റെ തിരക്ക് കുറക്കുന്നതിനായി നിർമ്മിച്ച തുറമുഖമാണ് ഇത് കാമരാജർ തുറമുഖം. ചെന്നൈ തുറമുഖത്തിന്റെ തിരക്ക് കുറക്കുന്നതിനായി നിർമ്മിച്ച തുറമുഖം ഏതാണ്? കാമരാജർ തുറമുഖമാണ്. എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന തുറമുഖമാണ് ഇത് കാമരാജർ തുറമുഖം. എനർജി പോർട്ട് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന തുറമുഖമാണ് കാമരാജർ തുറമുഖം. ഇന്ത്യയിലെ എക്കോ ഫ്രണ്ട്ലി പോർട്ട് ഏതാണ്? കാമരാജർ തുറമുഖമാണ്. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ എക്കോ ഫ്രണ്ട്ലി പോർട്ട് ഏതാണ്? കാമരാജർ തുറമുഖം. ഇന്ത്യയിലെ എക്കോ ഫ്രണ്ട് പോർട്ടർ എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? കാമരാജർ തുറമുഖമാണ്. അപ്പോൾ ഈ ഒരു പോയിന്റുകളും നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് വിഴിഞ്ഞം തുറമുഖം. PSC ഇപ്പോൾ പലതവണയായിട്ട് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇതൊരു ഹോട്ട് ടോപ്പിക്കാണ്. കൃത്യമായിട്ട് ഇതൊന്ന് ഓർത്തു വെച്ചോ. ഇതിന്റെ ഔദ്യോഗിക നാമം എന്താണ്? വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടാണ് ഇതിന്റെ ഔദ്യോഗിക നാമം. തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് തിരുവനന്തപുരം എന്നാണ് ഇതിന്റെ ഔദ്യോഗിക നാമം. ഉദ്ഘാടനം ചെയ്തത് എന്താണ്? ഒക്ടോബർ 15 2023 ഒക്ടോബർ 15 വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്തത്. ഇത് PSC ഇപ്പോൾ പലതവണയായിട്ട് ചോദിക്കുന്നുണ്ട്. 2023 ഒക്ടോബർ 15 ഇത് ഉദ്ഘാടനം ചെയ്തത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ദിവ്യ എസ് അയ്യരാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ദിവ്യ എസ് അയ്യരാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ കമ്പനി ഏതാണ്? അദാനി ഗ്രൂപ്പാണ്. 40 വർഷത്തേക്കാണ് ഇത് കരാറ് ചെയ്തത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ കമ്പനി ഏതാണ്? അദാനി ഗ്രൂപ്പാണ്. എത്ര വർഷത്തേക്കാണ് ഈ കരാർ ചെയ്തത്? 40 വർഷത്തേക്കാണ്. വിഴിഞ്ഞം ഉൾപ്പെടുന്ന താലൂക്ക് ഏതാണ്? ചോദിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര താലൂക്കാണ്. വിഴിഞ്ഞം ഉൾപ്പെടുന്ന താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകര താലൂക്കാണ്. അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്ന ആദ്യ കപ്പൽ ഏതാണ്? ഷെൻഹുവ 15 അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്ന ആദ്യ കപ്പൽ ഏതായിരുന്നു? ഷെൻഹുവ 15. ചൈനയിലുള്ള കപ്പലായ ഷെൻഹുവ 15 വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയ ആദ്യ കപ്പൽ. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ആദ്യത്തെ തുറമുഖ പദ്ധതിയാണ് ഇത് വിഴിഞ്ഞം പദ്ധതി. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ആദ്യ തുറമുഖ പദ്ധതിയാണ് ഇത് വിഴിഞ്ഞം പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് ഇത് വിഴിഞ്ഞം പോർട്ട് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് ഇത് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം 20 മീറ്റർ ആഴക്കൂടുതലുള്ളതിനാൽ 400 കിലോമീറ്റർ വരെ നീളമുള്ള വലിയ കപ്പലുകൾ തുറമുഖത്തേക്ക് അടുപ്പിക്കാൻ പറ്റും. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന് 20 മീറ്റർ ആഴക്കൂടുതൽ ഉള്ളതിനാൽ തന്നെയും 400 മീറ്റർ വരെ നീളമുള്ള വലിയ കപ്പലുകൾ തുറമുഖത്തേക്ക് അടുപ്പിക്കാൻ പറ്റും. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? അതും വിഴിഞ്ഞം തുറമുഖം തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖവും ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. അതുപോലെ ഇന്ത്യയിൽ രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. ഇന്ത്യയിൽ രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖവും ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. ഏകദേശം 18 കിലോമീറ്റർ ദൂരം വരെയുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. ഇതിന്റെ ചെലവ് ആകെ
7,700 കോടിയാണ് ഇതിൻ്റെ ചെലവ്. സംസ്ഥാനം വഹിച്ചിരിക്കുന്നത് 4,600 കോടിയാണ് കേരള സംസ്ഥാനം വഹിച്ചത്. കേന്ദ്രമോ 860 കോടിയാണ് കേന്ദ്രം ഇതിന് വഹിച്ചിട്ടുള്ളത്. അദാനി ഗ്രൂപ്പ് 2,240 കോടിയാണ് അദാനി ഗ്രൂപ്പ് ഈ ഒരു തുറമുഖത്തിന് വേണ്ടി ചിലവഴിച്ചത്. അപ്പോൾ ടോട്ടൽ 7,700 കോടി രൂപയാണ്. 4,600 കോടി സംസ്ഥാനവും 860 കേന്ദ്രവും അദാനി ഗ്രൂപ്പ് 2,240. 2023 സെപ്റ്റംബറിൽ ISPS സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? വിഴിഞ്ഞം, കൊല്ലം, ബേപ്പൂര്, അഴീക്കൽ. ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ഇതിൽ PSC ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലൊക്കെ ചോദിക്കാം. 2023 സെപ്റ്റംബറിൽ ISPS സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? വിഴിഞ്ഞം, കൊല്ലം. ഇത് രണ്ടും കിട്ടും. ബേപ്പൂര്, അഴീക്കലൊക്കെ നമ്മൾ വിചാരിക്കും ഓപ്ഷൻ ശരിയായ ആൻസർ അല്ല എന്നൊക്കെ വിചാരിക്കും. ഇതിൻ്റെ ഇടയിൽ ഒരു കൊച്ചി കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അഴീക്കലൊക്കെ എന്ത് ചെയ്യും? മാഞ്ഞു പോകും. അപ്പോൾ വിഴിഞ്ഞം, കൊല്ലം, ബേപ്പൂര്, അഴീക്കൽ എന്നിവയൊക്കെയാണ് 2023 സെപ്റ്റംബറിൽ ISPS സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങൾ. അടുത്തത് ISPSൻ്റെ ഫുൾ ഫോം എന്താണ്? ഇൻ്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് എന്നാണ്. ISPSൻ്റെ ഫുൾ ഫോം ഇൻ്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ്, ചിലപ്പോൾ ഇതായിരിക്കും ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുക. കേരള തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവനാണ്. കേരള തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? VN വാസവനാണ്. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? സർബാനന്ദ സോനോവാളാണ്. അപ്പം കേരള തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവനും കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? സർബാനന്ദ സോനോവാളാണ്. അടുത്ത കുറച്ച് എക്സ്ട്രാ പോയിന്റ് ഒന്ന് പരിചയപ്പെടാം. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് ഇത് അലാംഗ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ് അലാംഗ്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഇത് അലാംഗ് എന്ന് പറയുന്നത്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അലാംഗ് എന്നറിയപ്പെടുന്നത്. അലാംഗ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ കേന്ദ്രം അലാംഗാണ്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് അലാംഗാണ്. അലാംഗ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. മഹാരാഷ്ട്രയിൽ പുതുതായി വരാൻ പോകുന്ന തുറമുഖമാണ് വാധവൻ തുറമുഖം. തുറമുഖമാണിത് വാധവൻ തുറമുഖം. ചൈനയുടെ സഹായത്തോടു കൂടി പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന തുറമുഖമാണ് ഇത് ഗ്വാഡർ തുറമുഖം. ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന തുറമുഖമാണ് ഗ്വാഡർ തുറമുഖം. ചൈനയുടെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിക്കുന്ന തുറമുഖമാണ് ഇത് ഹാംബൻ ടോട്ട തുറമുഖം. ചൈനയുടെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിക്കുന്ന തുറമുഖമാണ് ഹാംബൻ ടോട്ട തുറമുഖം. അതുപോലെ ഇന്ത്യയുടെ സഹായത്തോടു കൂടി ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖമാണിത് ചബഹാർ തുറമുഖം. ഇന്ത്യയുടെ സഹായത്തോടു കൂടി ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖമാണിത് ചബഹാർ തുറമുഖം. ഇന്ത്യ മ്യാൻമാറുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന തുറമുഖ പദ്ധതിയാണിത് സിത്വേ തുറമുഖം. ഇത് മ്യാൻമാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ മ്യാൻമാറുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന തുറമുഖ പദ്ധതിയാണിത് സിത്വേ തുറമുഖം. അതുപോലെ ഒരു തുറമുഖത്തിൻ്റെ സേവനം ലഭ്യമാകുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നതാണ് എന്ത്? ഫിൻലാൻഡ് എന്നറിയപ്പെടുന്നത്. ഒരു തുറമുഖത്തിൻ്റെ സേവനം ലഭ്യമാകുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നതാണ് ഫിൻലാൻഡ് എന്ന്. ഏറ്റവും വലിയ ഹിൻലാൻഡ് ഏറ്റവും വലിയ ഹിൻലാൻഡ് തുറമുഖമാണിത് കൊൽക്കത്ത തുറമുഖം. ഏറ്റവും വലിയ ഹിൻലാൻഡ് തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖം. കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന തുറമുഖത്തിൻ്റെ ഭാഗം ഏതാണ്? ഡോക്കാണ്. കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന തുറമുഖത്തിൻ്റെ ഭാഗം ഏതാണ്? ഡോക്കാണ്. അടുത്തത് കപ്പൽ നിർമ്മാണശാലകളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കപ്പൽ നിർമ്മാണശാലകൾ ഏതൊക്കെയാണെന്ന്? മസഗോൺ ഡോക്ക് എവിടെയാണ്? മുംബൈയിലാണ്. 1934 ഇത് നിലവിൽ വന്നത്. കപ്പൽ നിർമ്മാണശാലകളെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. ആദ്യമായി ഏതാണ്? മസഗോൺ ഡോക്കാണ്. മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1934 ഇത് നിലവിൽ വന്നത്. പിന്നെതാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. 1941 ഇത് നിലവിൽ വന്നത്. ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. 1941 ഇത് നിലവിൽ വന്നത്. അടുത്തത് ഗോവ ഷിപ്പ്യാർഡ്. ഗോവയിലാണ്. 1957 ഇത് നിലവിൽ വന്നത്. ഗോവ ഷിപ്പ്യാർഡ് ഗോവയിലാണ്. 1957 നിലവിൽ വന്നത്. അതുപോലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് കൊൽക്കത്തയിലാണ്.
1884 നിലവിൽ വന്നത്. അപ്പം ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് കപ്പൽ നിർമ്മാണ ശാല എവിടെയാണ്? കൊൽക്കത്തയിലാണ്. 1884 നിലവിൽ വന്നത്. അടുത്തത് ഹൂഗ്ലി ഡോക്കാണ്. എവിടെയാണ്? കൊൽക്കത്തയിൽ തന്നെയാണ്. 1984. മറ്റേത് 1884. കൊച്ചിൻ ഷിപ്പ്യാർഡോ? കൊച്ചിയിലാണ്. 1972 കൊച്ചിയിലത്തെ ഡേറ്റ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോ. കൊച്ചിൻ ഷിപ്പ്യാർഡ് കൊച്ചിയിലാണ്. 1972. അടുത്തത് പ്രധാന സ്ഥാപനങ്ങളെക്കുറിച്ചാണ്. സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എവിടെയാണ്? കൊൽക്കത്തയിലാണ്. സെൻട്രൽ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കൊൽക്കത്തയിലാണ്. ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ എവിടെയാണ്? ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ ചോദിച്ചാണ് മുംബൈയാണ്. ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ എവിടെയാണ്? മുംബൈയിലാണ്. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കൊച്ചിയിലാണ്. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കൊച്ചിയിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? കൊച്ചിയിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? കൊച്ചിയിലാണ്. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാരിടൈം സ്റ്റഡി ഇതെവിടെയാണ്? ഗോവയിലാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാരിടൈം സ്റ്റഡി എവിടെയാണ്? ഗോവയിലാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാരിടൈം സ്റ്റഡി എവിടെയാണ്? ഗോവയിലാണ്. അതുപോലെ മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെൻറ്റർ വിശാഖപട്ടണത്താണ്. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെൻറ്റർ വിശാഖപട്ടണത്താണ്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി എവിടെയാണ്? ചെന്നൈയിലാണ്. ഇത് PSC ചോദിക്കുക. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി എവിടെയാണ്? ചെന്നൈയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെൻറ്റ് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെൻറ്റ് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് മാരിടൈം സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെൻറ്റ് കൊൽക്കത്തയിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് മാരിടൈം സ്റ്റഡീസ് ആൻഡ് റിസർച്ച് എവിടെയാണ്? മുംബൈയിലാണ്. അടുത്തത് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഷിപ്പ്യാർഡാണ് ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഷിപ്പ്യാർഡാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്ഥാപിതമായ വർഷം എന്നാണ് 1972 കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്ഥാപിതമായ വർഷം. കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്ഥാപിക്കുവാൻ സഹായം നൽകിയ രാജ്യം ഏതാണ്? ജപ്പാനാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്ഥാപിക്കുവാൻ സഹായം നൽകിയ രാജ്യം ജപ്പാനാണ്. ഷിപ്പ്യാർഡിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ കമ്പനി ഏതാണ്? മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ് ആണ്. ഷിപ്പ്യാർഡിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ കമ്പനി മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ് ആണ്. മിത്സുബിഷി ഹെവി ഇൻഡസ്ട്രീസ്. അതുപോലെ ഷിപ്പ്യാർഡ് ഓഫ് ദി മില്ലേനിയം എന്നറിയപ്പെടുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ഷിപ്പ്യാർഡ് ഓഫ് ദ മില്ലേനിയം എന്നറിയപ്പെടുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ആദ്യ കപ്പൽ ഏതാണ്? ഇത് PSC ചോദിച്ചിട്ടുണ്ട്. റാണി പത്മിനിയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യ കപ്പൽ PSC പലതവണ ചോദിച്ചതാണ്. റാണി പത്മിനി പണ്ട് മുതലേ PSC ചോദിക്കുന്നതാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യ കപ്പൽ റാണി പത്മിനി മൈൻഡിൽ ഓർത്ത് വെച്ചോ. ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ എവിടെയാണ്? വല്ലാർപാടത്താണ്. ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ എവിടെയാണ്? വല്ലാർപാടത്താണ്. വല്ലാർപാടം എവിടെയാണ്? കൊച്ചിയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു ക്ലാസ്സും കൂടെ ഉണ്ടാവും. അത് ഞാൻ വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നലെ ക്ലാസ്സിലായിരുന്നു. കുറച്ച് തിരക്കുകൾ കാരണമായി കുറച്ച് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുകയും ചെയ്യണം. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ കുറച്ച് കൂടുതലുണ്ട്, അതൊന്ന് ക്ഷമിക്കുക. പുറത്ത് ക്ലാസ് നടക്കുന്നത് കൊണ്ട് തന്നെ സാധാരണ ഞാൻ ക്ലാസ്സിൽ നിന്ന് വീഡിയോ ചെയ്യലില്ല. അപ്പോൾ ഇന്ന് കുറച്ച് ക്ലാസ്സുകൾ നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് അതൊന്ന് നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എവർക്കും വിജയാശംസകൾ നേരുന്നു. ഗുഡ് ബൈ.